അയ്യേ, എന്താ ഇത്? ദേഹം മുഴുവൻ വൃത്തികേടായി. വൃത്തികേടാണോ? പിന്നല്ലാതെ. പോയി കഴുകിക്കളാ. കഴുകിക്കളയാൻ അമ്മ പറഞ്ഞു. തല വൃത്തികേടാണെന്ന് പറഞ്ഞു. കഴുകിയിട്ട് പോകുന്നില്ല. ചായം ഉണങ്ങി പിടിച്ചതാ. കുറച്ചു നേരം വെള്ളത്തിൽ കിടന്നാൽ മതി. പോയി. അമ്മേ, വര പോയി. നന്നായി. ശരി, എവിടെ? എന്റെയും വര കളയാനാ. വര വൃത്തികേടല്ലേ? എനിക്ക് ചാവാറായ ഒരു അമ്മാവനില്ലേ, അങ്ങേരുടെ ഗുഹ ഇടിഞ്ഞു വീഴാറായെന്ന്. ഒരു കാറ്റ് വീശിപ്പോയാൽ ഗുഹ വീഴുമെന്നാ പറഞ്ഞത്. ഗുഹ വീണാൽ അമ്മാവന്റെയും കാറ്റ് പോകും. അതുകൊണ്ട് ഗുഹയ്ക്കൊരു താങ്ങു കൊടുക്കണം. താൻ താങ്ങിയാൽ ഗുഹ നിൽക്കുമോ? താൻ താങ്ങണ്ട. താങ്ങാനുള്ള കുറേ മരക്കഷ്ണം അവിടെ കൊണ്ട് കൊടുത്താ മതി. പക്ഷേ എനിക്ക് വാരിയെല്ലിനൊരു വലിച്ചില്ല. പിന്നെന്തു ചെയ്യും? എനിക്ക് പനിയാ. മരക്കഷ്ണം കൊണ്ടുപോകാൻ ഞാനൊരാളെ കൊണ്ടുവരാം. ദേ, ഇതാണ് വലം പിരിക്കഴുത. എന്തു പണിയും ചെയ്തോളും. നീ ഇത് കൊണ്ടുപോയി കൊതി മാറി പാറയ്ക്കടുത്ത് താമസിക്കുന്ന എൻ്റെ അമ്മാവന് കൊടുക്കണം. ചാവാൻ പോണ അമ്മാവനാ. എന്നിട്ട് പറയണം ഗുഹ ശരിയാക്കാൻ സൂത്രൻ തന്നയച്ചതാണ് എന്ന്. മുഴുവൻ വേണ്ട, ഈ കാണുന്നതിൽ പകുതി മതിയാകും. എനിക്ക് കാലുവേദനയാ. കൊണ്ടുപോകുമ്പോ വേദന കൂടിയാൽ എന്തു ചെയ്യും? എന്നാ പിന്നെ നീ തന്നെ വേറെ ആരെങ്കിലും ഏൽപ്പിക്ക്. ആരെ ഏൽപ്പിച്ചാലും ഞാൻ പറഞ്ഞതൊക്കെ അവരോട് പറയണം. മണ്ടനാണെങ്കിലും അവൻ മിടുക്കനാ സൂത്ര. പറയാം. എടാ മരം കോടാ, ഗോ താങ്ങാൻ നീ ചുള്ളിക്കമ്മാണോ കൊടുത്തയച്ചത്? ഒരെണ്ണമോ? ബാക്കിയൊക്കെ എവിടെ പോയി? ശരു, പോയാ കഴുതയെ വിളിച്ചോണ്ട് വാ. ചേട്ടൻ പറഞ്ഞതുപോലെ ഞാൻ ഒരുത്തനെ ഏൽപ്പിച്ചതാ. ചേട്ടൻ പറഞ്ഞതൊക്കെ അവനോട് പറയുകയും ചെയ്തു. അവൻ വേറൊരുത്തനെ ഏൽപ്പിച്ചു. ചേട്ടൻ പറഞ്ഞതൊക്കെ അവനും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതവണ കൈമാറിയത് കൊണ്ടാ എണ്ണം കുറഞ്ഞത്. ചേടാ, കൈമാറിയാൽ എണ്ണം കുറയുമോ? ചേട്ടൻ പറഞ്ഞതൊക്കെ കൃത്യമായി ഞാൻ പറഞ്ഞു. നീ എന്താ പറഞ്ഞത്? മരം അമ്മാവന് കൊടുക്കാൻ പറഞ്ഞു. കാണുന്നതിൽ പകുതി കൊടുത്താൽ മതിയെന്നും പറഞ്ഞു. എല്ലാവരും കൊടുത്തത് അവർ കണ്ടതിൽ പകുതിയാ. പുതിയൊരാള് വന്നതല്ലേ, ആദ്യം കടിയനോട് തന്നെ കാര്യം പറയാം. അങ്ങേർക്ക് സന്തോഷമാകും. പുതിയ ആളെ കൊണ്ടുവന്നത് നമ്മളാണെന്നും തട്ടിയിടാം. ഹിഹി. എവിടുന്ന് വഴിതെറ്റി വന്നതാണെന്നൊന്നും ആരും അറിയില്ല. വേറൊരു കാട്ടിൽ നിന്നാ വന്നത്. ചേട്ടനെ പരിചയപ്പെടുത്താൻ ഞങ്ങൾ പ്രത്യേകമായിട്ട് കൊണ്ടുവന്നതാ. കടിയൻ ചേട്ടനെ പരിചയപ്പെടാഞ്ഞിട്ട് അങ്ങേർക്ക് വല്ലാത്ത ശ്വാസം മുട്ടലാ. എത്രയും പെട്ടെന്ന് പരിചയപ്പെടണമെന്ന് പറഞ്ഞ് കരഞ്ഞ് കരഞ്ഞ്. മതി മതി, നിർത്ത്. പരിചയപ്പെട്ട് കളയാം. ആളെവിടെ? ഞങ്ങളുടെ ഗുഹയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ കൊണ്ടുവരാം. ഹിഹി. അറിഞ്ഞോ, കടിയനെ പരിചയപ്പെടുത്താൻ സൂത്രൻ ആരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അവനെ കണ്ടു. അയ്യോ, അത് പറഞ്ഞപ്പോ എന്താ മുഖത്തൊരു പേടി? നമ്മുടെ കാട്ടിലുള്ളവരൊക്കെ എത്ര മര്യാദക്കാരാണെന്ന് ആ മറുകാടനെ കണ്ടപ്പോഴാ മനസ്സിലായത്. ഇത്ര ക്രൂരത ഞാൻ നമ്മുടെ കാട്ടിൽ കണ്ടിട്ടില്ല. ആഹാ, മറ്റു കാട്ടിലൊക്കെ അങ്ങനെയായിരിക്കും. തെളിച്ചു പറ ചേട്ടാ. കൊച്ചുകുട്ടികളെ വിഴുങ്ങുന്നവനെ പറ്റി താൻ എന്ത് പറയുന്നു? ആ കുഞ്ഞും മോശക്കാരനല്ല. തിന്നവന്റെ വയറ് മാന്തി പൊളിച്ച് അവൻ പുറത്തു വരാൻ നോക്കി. പക്ഷേ തിന്നവൻ വിട്ടുകൊടുക്കുമോ? ശരീരമൊക്കെ കീറിയെങ്കിലും കുഞ്ഞിനെ അവൻ വിട്ടില്ല. സത്യമാണോ താനീ പറയുന്നത്? അതെ ചേട്ടാ, ആ ഭയങ്കരനെ നേരിട്ട് കണ്ട ഒരാള് എന്നോട് നേരിട്ട് പറഞ്ഞതാ. ഇത്രയും ക്രൂരനായ ഒരാളെ ചേട്ടനും പരിചയപ്പെടുത്തുന്നത് എന്തിനാണെന്ന് മനസ്സിലാവാത്തത്. പരിചയപ്പെടുത്താനല്ല കൊണ്ടുവരുന്നത് എന്ന എന്റെ തോന്നൽ. പിന്നെ ക്രൂരന്മാരായ മറുകാടന്മാർ ആദ്യം വന്ന് പരിചയപ്പെടും. പിന്നെ നമ്മളെ തോൽപ്പിച്ച് അടിമകളാക്കും. മുമ്പും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ചേട്ടനെ അടിമയാക്കാൻ ആ സൂത്രനും കൂട്ടുനിൽക്കുന്നല്ലോ എന്നാലോചിക്കുമ്പോഴാ. കടിയൻ ചേട്ടാ, ആളെത്തി. എടാ, ഞാൻ അടിമയാവുന്നത് നിനക്കൊക്കെ കാണണമല്ലേ? കണ്ടോ, വയറു മാന്തി പൊളിച്ചിട്ടും ദുഷ്ടനാ കുഞ്ഞിനെ വെറുതെ വിട്ടിട്ടില്ല.
എന്തൊരു തല്ല്! ഇത്രയും ക്രൂരത നമ്മുടെ കാട്ടിലൊന്നും കണ്ടിട്ടില്ല. നമുക്ക് വേഗം സ്ഥലം വിടാം മോനെ. എടോ, കുറച്ചു ദിവസം മുമ്പ് ഒരു അമ്മാവന്റെ മകൻ വന്നത് ഓർമ്മയുണ്ടോ? അയ്യോ, ഓർമ്മയുണ്ട്. അവൻ പിന്നെയും വന്നോ? അവൻ വന്നില്ല. ഹാവൂ. പക്ഷേ ആ അമ്മാവൻ വന്നു. കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാൽ മോനാ ഭേദം. അയ്യോ, എങ്കിൽ കാര്യം കുളമാകും. വലിയ നിർബന്ധക്കാരനാ. എല്ലാം കൃത്യമാവണം. ഭക്ഷണം, വ്യായാമം, ഉപയോഗിക്കുന്ന സാധനങ്ങൾ, താമസിക്കുന്ന ഗുഹ എല്ലാം കൃത്യ അളവിൽ വേണം. ഉദാഹരണത്തിന് 50 അടി ദൂരെ ഒരു ഗുഹയുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യം 50 അടി വേണം. കൂടിയാലും കുറഞ്ഞാലും ഇടിയാ. ഇടിയും കൃത്യം 50 കിട്ടുമോ? പുള്ളിക്ക് താമസിക്കാൻ ഒരു ഗുഹ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു വടിയും. വടിയും താമസിക്കാനാണോ? വടി കുത്തി നടക്കാനാ. കൃത്യം നീളം വേണം. പിന്നെ കടുവത്തലയുടെ വലിപ്പമുള്ളൊരു പാത്രവും വേണമത്രേ വെള്ളം കുടിക്കാൻ. അയ്യോ, കടുവത്തല വേണമെന്നില്ല, ആ അളവിൽ പാത്രം. അതാണത്രേ കൃത്യം അളവ്. വടി ഇതു മതി. എന്റെ തോളിനൊപ്പം നീളമാ പറഞ്ഞത്. ശരിയാ, കൃത്യമാ. പാത്രത്തിന്റെ അളവും ഓക്കെ. ഇനി തല എടുക്കട്ടെ? അല്ല, പാത്രം എടുക്കട്ടെ? ഇനി കൃത്യം പൊക്കമുള്ള ഗുഹ വേണം. കൃത്യം പൊക്കമെന്ന് പറഞ്ഞാൽ? അത് പറഞ്ഞില്ല. അമ്മാവന്റെ പൊക്കമുള്ള ഗുഹ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഈ ഗുഹ കറക്റ്റാ. വടിയും പാത്രവും ഇവിടെ വെക്കാം. അമ്മാവാ, ഗുഹയും വടിയും പാത്രവും റെഡി. എല്ലാം കൃത്യം അളവിലാണോ? കൃത്യമാ. എന്തു കൃത്യം? എനിക്ക് വ്യായാമം ചെയ്യണമെന്ന് നിനക്കറിയില്ലേ? ചെയ്യാമല്ലോ. എന്ത് വ്യായാമമാ? 101 ചാട്ടം. ഇതിനകത്ത് നിന്ന് എങ്ങനെ ചാടുമട കഴുതേ?